ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 3.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പാൽപ്പൊടി പിന്നെ കട്ട പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്കൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനൊരു ബൗളിൽ 4 ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനതിനിവിടെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. ഈ പാലൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം 10-15 മിനിറ്റോളം വരും ഇതൊന്ന് കുറുകി വരാൻ. ഏകദേശം ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ചൈന ഗ്രാസ് കൂടി മെൽറ്റാക്കാൻ വെക്കാം. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം പാൽ വറ്റി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ പാലിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഈ പാലിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഞാനിവിടെ പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാല് കുറുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറി, പിസ്ത അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വീട്ടിലേക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചൈന ഗ്രാസ് ഇല്ലാതെ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ.